സച്ചിൻ ക്രിക്കറ്റിൻ്റെ ദൈവമാണ്. മുംബൈ ടീമിൽ എപ്പോഴും സച്ചിൻ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴത്തെ മുംബൈ ടീമിൻ്റെ മെൻറ്ററാണ് സച്ചിൻ. മുംബൈ ടീമിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രോഹിത് എപ്പോഴും സച്ചിനോട് റെസ്പെക്റ്റോടെയാണ് സംസാരിക്കാറ്. എന്നാൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് അതില്ല. പാണ്ഡ്യയ്ക്ക് എത്ര വലിയ താരമായാലും റെസ്പെക്റ്റ് ഇല്ല. സഹതാരങ്ങളോട് പോലും തെറി വിളിക്കുന്ന താരമാണ് പാണ്ഡ്യ. ഇപ്പോഴിതാ മുംബൈ രാജസ്ഥാൻ മാച്ച് കഴിഞ്ഞ് പാണ്ഡ്യ സച്ചിനുമായിട്ട് ചൂടായിരിക്കുകയാണ്. സച്ചിനോട് ദേഷ്യപ്പെട്ടാണ് പാണ്ഡ്യ സംസാരിച്ചത്. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീം വീണ്ടും തോറ്റിരിക്കുകയാണ്. രാജസ്ഥാനുമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് മുംബൈ കളി തോൽക്കുന്നത്. ഇങ്ങനെ തന്നെ മുംബൈ മുന്നോട്ട് പോയാൽ പ്ലേ ഓഫ് കാണില്ലെന്നത് ഉറപ്പാണ്. മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യത ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഇനി അവർക്ക് കയറണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. രാജസ്ഥാൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ബാറ്റിങ്ങിൽ ജയ്സ്വാൾ സെഞ്ചുറി അടിച്ചു. അതുപോലെ സന്ദീപ് ശർമ്മ 5 വിക്കറ്റ് നേടി. ഇന്ന് മുംബൈ ടീം കളി തോറ്റ ശേഷം പാണ്ഡ്യ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ഈ സമയത്ത് സച്ചിൻ അവിടെ വർത്തമാനം പറയുകയായിരുന്നു. പാണ്ഡ്യ സച്ചിൻ്റെ അടുത്തേക്ക് വന്നു. സച്ചിൻ പാണ്ഡ്യയുമായിട്ട് സംസാരിച്ചു. നീ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് സച്ചിൻ പറഞ്ഞത്. എന്നാൽ ഇത് പാണ്ഡ്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പാണ്ഡ്യ ഉടനെ തന്നെ സച്ചിനുമായിട്ട് ചൂടായി. എനിക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാം. ആരുടെയും ഉപദേശം ആവശ്യമില്ലെന്നാണ് പാണ്ഡ്യ പറഞ്ഞത്. സച്ചിനെ അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉടനെ തന്നെ പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കാൻ സാധ്യതയുണ്ട്. സച്ചിൻ്റെ മകനാണ് അർജുൻ ടെണ്ടുൽക്കർ. താരത്തിന് ഇതുവരെ ഒരു അവസരം പോലും പാണ്ഡ്യ കൊടുത്തിട്ടില്ല. സച്ചിൻ വിനയപൂർവ്വമാണ് എല്ലാ താരങ്ങളോടും സംസാരിക്കാറ്. അതുകൊണ്ടാണ് ഗോഡ് ഓഫ് ക്രിക്കറ്റ് ആയതും. എന്നാൽ പാണ്ഡ്യയ്ക്ക് സച്ചിന് ഒരു വിലയുമില്ല. എല്ലാ താരങ്ങളോടും കയർത്താണ് പാണ്ഡ്യ സംസാരിക്കുന്നത്. നേരത്തെ രോഹിത് ശർമ്മയോടും പാണ്ഡ്യ കയർത്ത് സംസാരിച്ചിരുന്നു. എന്നാൽ കളി കഴിഞ്ഞ് മുംബൈ മാനേജ്മെൻറ്റ് ഇതേപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാണ്ഡ്യയ്ക്ക് കർശന താക്കീതാണ് ആകാശ് അംബാനിയും നിത അംബാനിയും കൊടുത്തത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.